മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ കലാപം അവർ ഇഷ്ടപ്പെടുന്നേ ഇല്ല കേരളത്തിൽ. ബാബറി മസ്ജിദ് തകർന്നിട്ട് ഇവിടെ ഒരു അമ്പലത്തിന്റെ കല്ല് പോലും ഇളകിയില്ലല്ലോ. എന്താ കാര്യം? മുസ്ലിം ലീഗുകളുണ്ടാ. മുസ്ലിം ലീഗ് മതേതര നിലപാട് അവരെടുത്തു. അവർ പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിന് ഗുണം കിട്ടണം. പക്ഷെ അവരെ എല്ലാവരും നോക്കി കാണുന്ന ഒരു വർഗീയതയുടെ കണ്ടുപിടി അല്ല. അതാ ഞാൻ പറഞ്ഞു, അല്ലാന്ന് ഞാൻ പറയണം, ഞാൻ തെളിയിക്കണം. ഇവിടെ CPM-ഉം കോൺഗ്രസും മറ്റേ BJP ചെയ്യുന്നത്ര വർഗീയത പോലും മുസ്ലിം ലീഗിൽ ചിലപ്പോൾ ഇല്ലാന്ന് ഞാൻ വിചാരിക്കണം. വേണമെങ്കിൽ അവരുടെ പേരിൽ അതുണ്ടെങ്കിലും വേണമെങ്കിൽ അവർക്ക് ആവായിരുന്നു. പക്ഷെ അവരൊരിക്കലും അതെടുത്തില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം. കഴിഞ്ഞ 70 വർഷത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരൊന്ന് കണക്കെടുത്ത്. മുസ്ലിം ലീഗ് ഇവിടെ 25% എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. അവർക്ക് എപ്പോഴും MLA-മാരുണ്ടായിരുന്നല്ലോ. 15 MLA മിനിമം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം അവർ 29 ദിവസം 29 ദിവസമായിട്ട് വർഷമല്ല മുഹമ്മദ് കഴിച്ചാൽ ബാക്കി എന്തൊരു മുഖ്യമന്ത്രി വരാതിരുന്നേ. 5% ഇല്ലാത്ത സമുദായങ്ങൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായില്ലേ ഇവിടെ. 10% ഉള്ളവർ, 15% ഉള്ളവർ, നായന്മാർ, ഈഴവർ, ക്രിസ്ത്യാനികൾ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? എപ്പോഴെങ്കിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്തിട്ടുണ്ട്? ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ നേരെ മറിച്ച് ബാക്കി എല്ലാ ജാതികളും ചെയ്തിട്ടുണ്ട്. പള്ളികൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഞങ്ങൾക്ക് ഇന്ന മന്ത്രി വേണം, ലത്തീൻ മന്ത്രി വേണം, മറ്റേ MLA വേണം, ഈ മറ്റേ ജാക്കോബൈറ്റ് MLA വേണം, ഓർത്തഡോക്സ് MLA വേണം, നായർ വേണം, ഈഴവൻ വേണം, ആദ്യം തന്നെ ചെവിയിൽ കൂടെയുള്ള നായർ വേണം, നെല്ലി നായർ പോരാ, മറ്റേ ചങ്ങനാശ്ശേരി നായർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇവിടെ. അതൊന്നും വർഗീയതയല്ല ഒരിക്കലും. ഇത് വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? പൊളിറ്റിക്സിൽ നിങ്ങളുടെ ഇടപെടൽ, അനാവശ്യമായ ഇടപെടൽ. സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ വേണമെന്ന് പറയുന്നതിൽ തെറ്റില്ല. സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ വേണമെന്ന് പറയുന്നത് ജനാധിപത്യമാണ്. അതെല്ലാം ഇപ്പം 4 പാർട്ടി ഉണ്ടെങ്കിൽ 4 പാർട്ടികൾ ആവശ്യപ്പെട്ടില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞൊരു ഇപ്പം ഇനി സതീശൻ്റെ കാര്യം വരാം. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയല്ലേ ഇത്? ഒരു കൂട്ടുകക്ഷി മുന്നണിയല്ലേ? സതീശൻ എപ്പോഴും പറയുന്നൊരു വാക്ക് ടീം UDF എന്നാണ്. അല്ലെങ്കിലും അങ്ങനെ ഇപ്പോൾ കരുണാകരനുണ്ടായിരുന്ന കാലത്തും UDF അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നണിയാണ്. ആ മുന്നണിയിൽ ഇപ്പോൾ CPI ഒരു കാര്യം ആലോചിക്കാം. CPI ഇപ്പം അല്ലല്ലേ പറയണേ ഞങ്ങൾക്ക് ഉപപ്രതിപക്ഷ ഉപനേതാവ് വേണമെന്ന്. CPIക്ക് ആഗ്രഹമില്ലേ? CPIക്ക് ആഗ്രഹമില്ലേ? CPI മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് മുസ്ലിം ലീഗ് പിന്താങ്ങിയിട്ടില്ലേ? കോൺഗ്രസ് മുസ്ലിം ലീഗ് പുറത്തുനിന്ന് പിന്താങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ അത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുക. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെയുള്ള വാക്ക് വളരെ ഡേഞ്ചറസ് ആയ വാക്കാണ്. അത് ഉപയോഗിക്കുന്നവർ കൃത്യമായും പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തിന് മാർക്കിടുകയാണ്. അത് ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം പൊളിറ്റിക്കൽ ഹിന്ദുത്വം ഇതന്നെയാണ്. ഞാൻ പറയട്ടെ, ഈ വിജയരാഘവനും BJP നേതാക്കളും പറയുന്ന ഒരേ സ്വരം വരണം എങ്ങനെയാണ്? രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നത് പാകിസ്ഥാൻകാരുടെ പിന്തുണ കൊണ്ടാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ പച്ചക്കൊടിയുണ്ട്. അത് പാകിസ്ഥാന്റെ പച്ചക്കൊടിയല്ല, മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയാണ്. ഇവിടെ മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയുന്നത്. ആണോ?